കേഡറ്റിലെ സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കണം. സർവീസിൽ തുടരുന്ന അധ്യാപകർക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകാതെ സ്ഥാനക്കയറ്റം നിഷേധിക്കുന്നത് ശരിയല്ല എന്നും KSTA പ്രസ്താവനയിൽ പറഞ്ഞു. സനിസയുണ്ട് വിവരങ്ങൾ നൽകാനായി. സനിസ, എന്താണ് KSTയുടെ ആവശ്യം? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേഡറ്റ് നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് 2025 സെപ്റ്റംബർ 1 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടെ നിലവിലുണ്ടായിരുന്ന പല സുപ്രധാന ഇളവുകളും സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കേഡറ്റ് സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് KSTA രംഗത്തെത്തിയിരിക്കുന്നത്. കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്ന് സംബന്ധിച്ച നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂടാതെ തന്നെ സർവീസിൽ തുടരുന്ന അധ്യാപകർക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകാതെ സ്ഥാനക്കയറ്റം നിഷേധിക്കുന്ന രീതി ശരിയല്ലെന്നും ഇവർ ഉയർത്തുന്നുണ്ട്. പുതിയ ഉത്തരവ് ആശങ്ക പടർത്തുന്നതാണെന്നും ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന അധ്യാപകരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം വളരെ തെറ്റാണ് എന്നുള്ള ഒരു നിലപാടാണ് KSTA ഇതിൽ എടുത്തിരിക്കുന്നത്. കൂടാതെ നിലവിൽ ഇത്തരത്തിൽ സർവീസിലുള്ള അധ്യാപകരുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും റദ്ദു ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് ഒരുതരം ഇരട്ടത്താപ്പാണെന്നും ഇതിൽ എത്രയും പെട്ടെന്ന് റിവ്യൂ പെറ്റീഷൻ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം.